ഇത് പുച്ഛാണ്. ഇത് മൊത്തം പുച്ഛം മാത്രമാണ്. We are all are aliens. അല്ലേ പറഞ്ഞു കൊടുക്കും ഷൈൻ അല്ലേ ഏലിയനല്ലേ നമ്മള്. താനെ ഏലിയൻ ഉദ്ദേശിക്കുന്നത് വേറെ ഗ്രഹത്തിൽ വരുന്നവര് അല്ല, നമുക്കറിയാത്ത. അപ്പൊ ചൊവ്വേനെ സംബന്ധിച്ച് എർത്തിലുള്ള നമ്മള് ഏലിയൻ അല്ലേ? നമ്മളെ എർത്തിലാണല്ലോ എല്ലാവരും ഉള്ളത്. ഗ്രഹല്ലേ ചൊവ്വയിലുള്ളവർക്ക് നമ്മൾ ഏലിയൻ ഏലിയൻ അല്ലേ? ചേച്ചി പറ. എനിക്ക് പോലും ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പറ്റില്ല. ഇതൊക്കെ അല്ല, ചേച്ചിട്ട് പിന്നെ ഉദ്ദേശം. നമ്മള് വേറെ ഗ്രഹത്തിലെ ജീവിനല്ലേ ഏലിയൻ എന്ന് പറയണ. എർത്തല്ലാതെ ബാക്കി എല്ലാ ഗ്രഹങ്ങൾക്കും നമ്മൾ ഏലിയൻസ് അല്ലേ? അല്ലേ? പിന്നെ സമ്മതിച്ചോളൂ. പിന്നെ വേറെ ഇത് ഏലിയനെ കണ്ട് ഏലിയൻ ട്രൗസറും ഷർട്ടും ഇട്ട് നടക്കണ ഏലിയൻ. കൊതുകിനെ കൊല്ലാൻ എനിക്ക് വല്ലാത്തൊരു കഴിവ്. കണ്ടാ ഞാൻ പറഞ്ഞൊക്കെ ശരിയായില്ല ഇപ്പൊ. പിന്നെ പിന്നെ പ്രത്യേകിച്ച് ഒരു കഴിവില്ല. ബ്ലാക്ക് മാറ്റിച്ചാൽ മതി. ഒരു ഇതും വേണ്ട. കൊറേ ബുദ്ധി ഉണ്ടല്ലോ. അപ്പൊ അവിടെ കുറച്ചെന്തെങ്കിലും ടൈപ്പ് ചെയ്തിട്ടായിരുന്നു. നമ്മളങ്ങനെ പൊക്കി കാണിക്കുന്ന ആൾക്കാരല്ല അർദ്ധരാത്രിയിൽ പടം പിടിക്കുന്നവര് അല്ലേ? നമ്മളടിച്ചാലും കൊതുകൊക്കെ ചാവും. കല്ലെറിയും ഇതൊക്കെ എഴുതിയിരിക്കും. നമ്മൾ മാങ്ങ വീഴും. ബയോലൊന്നും എഴുതാറില്ലെങ്കിലും ഷൈജയുടെ ഓൾമോസ്റ്റ് ഒരു ഓപ്പൺ ബുക്കാണ്. ഓപ്പൺ ബുക്കാണ് ഒന്നും എഴുതാത്തത്. അല്ല, ഒന്നും എഴുതിയില്ലേ? പറയാൻ പറ്റുന്ന ഞാൻ പറയാറുള്ളൂ. എല്ലാം പറയൂല. എല്ലാം പറയുന്ന ആള് പൊട്ടനല്ലേ? എല്ലാം പറയണ പോലെ അഭിനയിക്കണ വെരി ബ്രില്യന്റ് മാനാണത്. ഒരു റിലേഷൻഷിപ്പിലാവാൻ വേണ്ടി എന്തൊരു കാര്യമാണ് ഷൈൻ ചേട്ടൻ പെട്ടെന്ന് അട്രാക്ട് ചെയ്തത്? കാരണം ആവില്ല എന്ന് പറഞ്ഞ് നടന്ന ഒരാൾ പെട്ടെന്ന് റിലേഷൻ. ശാരീരിക ബലഹീനത ആണോ? അതാണ് ബയോ ഇടാത്തത്. ആണ് എന്ന് ഞാൻ പറയാ. മാനസികമായിട്ടുള്ളതൊക്കെ നമുക്ക് ഏകദേശം ഒരേപോലല്ലേ? ശാരീരികമായിട്ടാണ് വ്യത്യാസമുള്ളത്. അതിനോടാണല്ലോ ഓപ്പോസിറ്റ് സെക്സ്. ഹായ്, ഇന്ത്യൻ സിനിമ ഗാലറിക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് എന്റെ കൂടെ കുറെ കഥകൾ പറയാൻ വേണ്ടി വന്നിട്ടുള്ളത് നമ്മുടെ ഷൈൻ ചേട്ടൻ, വിഷ്ണു ചേട്ടൻ ആൻഡ് ചിന്നു ചേച്ചി. ഹായ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നല്ല വിശേഷങ്ങൾ. നല്ല വിശേഷങ്ങൾ. ഇതൊരു കോമഡി മൂവിയാണ് അല്ലേ? അപ്പൊ അതിന്റെ പേരാണ് താൻ ആരാ എന്നാണ്. നമ്മുടെ ലൈഫിൽ നമ്മൾ പലതരം താനാരകൾ യൂസ് ചെയ്യാറുണ്ടല്ലേ? ചില സമയത്ത് പുച്ഛായിരിക്കും, താൻ ആരാണ്. ചില സമയത്ത് നമ്മുടെ ലൈഫിൽ ഒരു ദൈവദൂതൻ പോലെ വന്ന അതെ. അപ്പൊ ഇത് ഏതൊരു താനാരാണ്? ഈ താനാര പുച്ഛാണോ? എനിക്ക് കണ്ണടച്ചാന്ന് മനസ്സിലാവില്ല. എന്ത് താനാരയാ? എക്സ്പ്രഷൻ എന്താ? ഇത് പുച്ഛാണ്. ഇത് മൊത്തം പുച്ഛം മാത്രമാണ്. ശരിക്കും പറ. അങ്ങനെ തന്നെ താനാരാ? നമ്മുടെ ഫേസിൽ നമുക്ക് പരിചയമില്ലാത്ത ഒരാൾ വന്നു കയറുമ്പോ എന്താ ചോദിക്കുക? എങ്ങനെ ചോദിക്കുക? അത് കൺഫ്യൂഷൻ. ആ പുച്ഛല്ല. താനാരാ? കൺഫ്യൂഷൻ ആണ് പെട്ടതല്ലേ? ആ മനസ്സിലാക്കാനും വേണേ കുറച്ച്. അതെ, കഴിവില്ല. കഴിവില്ലാത്തോണ്ടല്ല, താൻ കോമഡി ആക്കിയതല്ലേ? എനിക്ക് മനസ്സിലാവണ്ട. അത് അങ്ങനെ ആ താനാരല്ലേ നമ്മുടെ. അത് പക്ഷെ പല സമയങ്ങളിലും വ്യത്യാസം വരുന്നുണ്ട് പടത്തില് താനാരക്ക്. കൊറേ വട്ടം യൂസ് ചെയ്യണ്ട ഈ വേർഡ്. അങ്ങനെയുണ്ടോ? ഇല്ല, അങ്ങനെയില്ല. ഇത് എല്ലാവരുടെയും ഇമോഷൻ പക്ഷെ ഇത് തന്നെയാണ് പരസ്പരം. ആരാ നിങ്ങൾ? നിങ്ങൾക്ക് 6 പേർക്കും പരസ്പരം അറിയില്ല. അറിയുന്നവരുണ്ട്, പക്ഷെ അറിയും. എന്നാലും ഞങ്ങൾ തമ്മില് അറിയും. ഞാൻ ചന്ദ്രൻ തമ്മില്. പക്ഷെ പൂർണ്ണമായിട്ട് അറിയുന്നത് ഇവിടുന്ന അങ്ങനെയാ. സ്നേഹയും വിഷ്ണു തമ്മിൽ അറിയും. പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതൊക്കെ ഇവരെ അതിന്റെ പടം കൺഫ്യൂഷൻ ഡ്രാമയാണ് ഈ പടം. അപ്പൊ കൺഫ്യൂഷൻ ആക്കണ്ടേ? പറഞ്ഞിട്ട് തന്നെ കൺഫ്യൂഷൻ ആക്കിപ്പിക്കുകയാണ്. അല്ലല്ല, പറഞ്ഞിട്ട് തന്നെ കൺഫ്യൂഷൻ ആക്കാൻ ഒരിക്കലും പറ്റില്ല. എനിക്ക് അറിയില്ല കാര്യം. ഓക്കെ, മൂവിങ് ഓൺ. ഞാന് ചിന്നു ചേച്ചിയുടെ ഇൻസ്റ്റ എടുത്ത് നോക്കിയപ്പോ എല്ലാവർക്കും കാണാൻ വേണ്ടിട്ടല്ലേ ഇൻസ്റ്റ. അതങ്ങനെ അപ്പൊ അങ്ങനെ പറയേണ്ട കാര്യമില്ല. ഞാൻ കംപ്ലീറ്റ് ചെയ്യട്ടെ. കംപ്ലീറ്റ് ചെയ്തിട്ട് ചിന്നു ചേച്ചിയുടെ ബയോ നിങ്ങൾ ബയോ ഏലിയൻ പാർട്ട് ടൈം ഹ്യൂമൻ. We are all are aliens. അല്ലേ? പറഞ്ഞു കൊടുക്കും ഷൈൻ അല്ലേ? ഏലിയനല്ലേ നമ്മള്? അല്ലേ? താനെ ഏലിയൻ ഉദ്ദേശിക്കുന്നത് വേറെ ഗ്രഹത്തിൽ വരുന്നവര് അല്ല, നമുക്കറിയാത്ത. അപ്പൊ ചൊവ്വേനെ സംബന്ധിച്ച് എർത്തിലുള്ള നമ്മള് ഏലിയൻ അല്ലേ? നമ്മളെ എർത്തിലാണല്ലോ എല്ലാവരും ഉള്ളത്. ഗ്രഹല്ലേ? ചൊവ്വയിലുള്ളവർക്ക് നമ്മൾ ഏലിയൻ അല്ലേ? ഇതൊക്കെ ചിന്തിച്ചിട്ടില്ല. ഇവളൊക്കെ ചിന്തിച്ചിട്ടുണ്ട്. പാർട്ട് ടൈം ഹ്യൂമൻ ആണ് നമ്മൾ ശരിക്കും. പക്ഷെ ഏലിയനാണ് കറക്റ്റ്. മോസ്കിറ്റോ കടിക്കുന്ന ആൾക്കാരാണ് നമ്മൾ കടിക്കപ്പെടുന്നത്. മനസ്സിലായപ്പോ? എനിക്ക് പോലും ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പറ്റില്ല. ഇതൊക്കെ മനസ്സിലാക്കി തരാൻ പുള്ളി പറഞ്ഞു കൊടുത്തിട്ടാണ് ഇട്ടത്. ഞാൻ അങ്ങനെ പറഞ്ഞു കൊടുക്കാറില്ല.
ഏയ് അതെ ഞാൻ പറഞ്ഞതാണ് ഇവർക്ക് ഈ ബുദ്ധി കിട്ടാൻ പരമണ്ട ബുദ്ധി. ചേച്ചി പറഞ്ഞു സമ്മതിച്ചു പരമണ്ട് ബുദ്ധി ഒന്ന് സമ്മതിച്ചു. അല്ല ഏലിയൻ എന്നുള്ള കാര്യം ഉറപ്പാ. നമ്മളെ ഗ്രഹത്തിലുള്ള ജീവികളല്ലേ, നമ്മൾ വേറെ ഗ്രഹത്തിലുള്ള ജീവികളല്ലേ ഏലിയൻ എന്ന് പറയണ. അത് അങ്ങനെ എർത്തല്ലാതെ ബാക്കി എല്ലാ ഗ്രഹങ്ങൾക്കും നമ്മൾ ഏലിയൻസ് അല്ലേ അല്ലേ. പിന്നെ സമ്മതിച്ചൂടെ, പിന്നെ വേറെ ഇത് ഏലിയനെ കണ്ട് ഏലിയൻ ട്രൗസറും ഷർട്ടും ഇട്ട് നടക്കണ ഏലിയൻ ഡ്രസ് ഇട്ടിട്ടില്ലേ അല്ലേ. ഇനി കവി എന്താണ് ഉദ്ദേശിച്ചത് നമുക്ക് ചോദിക്കാം. അങ്ങനത്തെ രഹസ്യങ്ങളും ചോദിക്കാൻ പാടില്ല ആക്ച്വലി. അവരറിയാതെ ചെയ്യുന്നല്ലേ ഇതൊക്കെ. അല്ല ചേച്ചി പറയൂ ചേച്ചി ചേച്ചി പറയൂ, പറഞ്ഞോളൂ ധൈര്യമായിട്ട് പറഞ്ഞോളൂ. ഈ പറയുന്ന മനുഷ്യരായിട്ടിരിക്കുമ്പോൾ നമ്മള് ഇങ്ങനെ ഇങ്ങനെ അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറെ ടെംപ്ലേറ്റ്സ് ഉണ്ടല്ലോ. അപ്പൊ ആ പരിപാടി കറക്റ്റ് ആയിട്ട് അറിഞ്ഞുകൂടാത്തോണ്ട് ഞാൻ എന്നെ തന്നെ ഏലിയൻ എന്നും പാർട്ട് ടൈം ഹ്യൂമൻ എന്നും വിളിക്കുന്നു. മനസ്സിലായോ? കൊതുകിനെ കൊല്ലാൻ എനിക്ക് വല്ലാത്തൊരു കഴിവ്. കണ്ടാ ഞാൻ പറഞ്ഞൊക്കെ ശരിയായില്ല ഇപ്പൊ. പിന്നെ പ്രത്യേകിച്ചും എന്ത് കഴിവത്? കൊതുകിനെ കൊല്ലാനുള്ള കഴിവ്. പ്രത്യേകിച്ചൊരു കഴിവ്, പ്രത്യേകിച്ചൊരു കഴിവില്ല. ഇവിടെ അടിച്ചാൽ മതി, ഒരു ആയുധം വേണ്ട. പ്രത്യേക ഒരു കഴിവുണ്ട് എനിക്ക് പറഞ്ഞേ. മറ്റേ ഇത് മേടിച്ചിട്ട് അവിടെ കുത്തിയിട്ട് സ്വിച്ച് ഓൺ ചെയ്യും. എനിക്ക് വല്ലാത്ത കഴിവാ. പിന്നെ ഷൈൻ ചേട്ടന്റെയും മറ്റേ വിഷ്ണു ചേട്ടന്റെയും ഭയമൊന്നും വലിയ ഇതില്ല. അല്ല ഒന്നുമില്ല അതില്, ആക്ടറിന് മാത്രം. പിന്നെന്താ വേണ്ട? ഇല്ലാത്ത കാര്യമൊക്കെ കൊറേ ബുദ്ധി ഉണ്ടല്ലോ, അപ്പൊ അവിടെ കുറച്ച് എന്തെങ്കിലും ടൈപ്പ് ചെയ്തിട്ടായിരുന്നു. നമ്മളങ്ങനെ പൊക്കി കാണിക്കുന്ന ആൾക്കാരല്ല അർദ്ധരാത്രിയിൽ പടം പിടിക്കുന്നവര് അല്ലേ. അല്ല നിങ്ങളെ ഉദ്ദേശം അല്ല അങ്ങനെ ഉദ്ദേശം നമ്മളടിച്ചാലും കൊതുകൊക്കെ ചാവും. കല്ലെറിയും ഇതൊക്കെ എഴുതിയിരിക്കും നമ്മള്. മാങ്ങ അടഞ്ഞ മാങ്ങ വീഴും, ചളി അടിക്കും, ചളിയിൽ നിന്നും കുടവും ഇതൊക്കെ ഉണ്ടാക്കും. എല്ലാം നമ്മളല്ലേ ആൾക്കാരെ ഡിസ്റ്റർബ് ചെയ്യും, ഇറിറ്റേറ്റ് ചെയ്യും. ഇതൊന്നും ചെയ്താറില്ല നമ്മള്. കഴിവുകളല്ലേ നമ്മള്. പിന്നെ ഷൈൻ ചേട്ടൻ ബയോലൊന്നും എഴുതാറില്ല. ബയോ എഴുതാറില്ല, പക്ഷെ ബയോളജി ബയോലൊന്നും എഴുതാറില്ലെങ്കിലും ഷൈൻ ചേട്ടൻ ഓൾമോസ്റ്റ് ലൈക്ക് ഒരു ഓപ്പൺ ബുക്കാണ്. ഓപ്പൺ ബുക്കാണ് ഒന്നും എഴുതാത്തത്. അല്ല ഒന്നും എഴുതിയില്ലേ? ഓപ്പൺ അല്ല ഇപ്പൊ സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര ആക്റ്റീവ് ആണ്. ആക്റ്റീവ് എന്ന് പറഞ്ഞാൽ താനല്ലേ പറഞ്ഞപ്പോ ഒന്നും എഴുതിയില്ല. ബയോലൊന്നും എഴുതിയിട്ടില്ല. പിന്നെ എന്തിനാ എഴുതിയിട്ടുള്ളത്? ഒന്നും എഴുതുന്ന കാര്യമല്ല ഞാൻ പറയുന്നത്. ഷൈൻ ചേട്ടൻ ഒരു ഓപ്പൺ ബുക്ക്. ഷൈൻ ചേട്ടൻ ഉണ്ടാകുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന കാര്യങ്ങൾ ഞങ്ങൾക്ക് പറയാൻ പറ്റുന്ന ഞാൻ പറയാറുള്ളൂ. എല്ലാം പറയൂല. എല്ലാം പറയുന്ന ആള് പൊട്ടനല്ലേ. എല്ലാം പറയണ പോലെ അഭിനയിക്കണ വെരി ബ്രില്യന്റ് മാനാണത്. ഒന്നും പറഞ്ഞിട്ടില്ല. ബാക്കിയൊന്നും അറിയേണ്ട കാര്യങ്ങളെല്ലാം ഒരാൾക്ക് പറയേണ്ടതും മറ്റൊരാൾ അറിയേണ്ടതുമായിട്ടുള്ള കാര്യങ്ങളെ പറയുള്ളൂ ഒരാള്. ബാക്കിയൊക്കെ സീക്രറ്റ്സ് നോട്ട് ലൈസ് അല്ലേ. സീക്രറ്റ്സ് നോട്ട് ലൈസ്. മനസ്സിലായോ? ഏത് പടത്തിന്റെ പ്രൊമോഷൻ എനിക്ക് എന്തെങ്കിലും മനസ്സിലായി പറഞ്ഞത്? അതൊക്കെ രഹസ്യങ്ങളാണ്, നുണകളല്ലാന്ന് പറയാത്തത്. രഹസ്യമാക്കി വെച്ചേക്കാണ്. രഹസ്യമാക്കി വെച്ചിരിക്കുന്ന രഹസ്യങ്ങളാണ്. രഹസ്യങ്ങൾ പറയില്ലല്ലോ. അത് ഷൈൻ ചേട്ടന് മാത്രമേ അറിയുള്ളൂ. ആക്ച്വലി ഒക്കെ രഹസ്യങ്ങളാണ്. എനിക്ക് തോന്നുന്നില്ല കേട്ടോ ഒക്കെ രഹസ്യങ്ങളായിട്ട് വെക്കുന്ന ഒരാളാണ്. കാരണം നമ്മളെ ഷൈൻ ചേട്ടൻ ഒരു ആദ്യം ഒരു കാര്യം പറയുന്നില്ലേ, ഭയങ്കര സിഗ്മ ടൈപ്പാണ്. നിങ്ങള് കണ്ടിട്ടുണ്ടോ? ലൈക്ക് ഒരു പെണ്ണുങ്ങളായിട്ട് ലൈക്ക് റിലേഷൻഷിപ്പ് ആവില്ല, അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോ പിന്നെ റിലേഷൻഷിപ്പ് ആവണം. അപ്പം ആക്ച്വലി ഒരു റിലേഷൻഷിപ്പിലാവാൻ വേണ്ടി എന്തൊരു കാര്യമാണ് ഷൈൻ ചേട്ടൻ പെട്ടെന്ന് അട്രാക്ട് ചെയ്തത്? കാരണം ആവില്ല എന്ന് പറഞ്ഞ് നടന്ന ഒരാൾ പെട്ടെന്ന് റിലേഷൻഷിപ്പ്. ശാരീരിക ബലഹീനത ആണോ? ബയോ ഇടാത്തത് ആണ് എന്ന് ഞാൻ പറയാ. എനിക്കെല്ലാം അറിയണ്ട്. അതാണ് മാനസികമായിട്ടുള്ളതൊക്കെ നമുക്കൊക്കെ ഏകദേശം ഒരേപോലല്ലേ. ആണോ? ശാരീരികമായിട്ടാണ് വ്യത്യാസമുള്ളത്. അതിനോടാണല്ലോ ഓപ്പോസിറ്റ് സെക്സ്. അതാണുള്ള താല്പര്യം. അതാണ് അട്രാക്ട് ചെയ്തത്. എല്ലാത്തിനും എന്ത് നടക്കുന്നത്? നമ്മളിരിക്കല്ലേ ചളി അടിക്കുന്നത് എന്തുകൊണ്ടാണ് എനിക്ക് പറഞ്ഞ മനസ്സിലാവാത്ത കാരണം. ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം കിട്ടിയ എനിക്ക് മനസ്സിലായ? ഇല്ല. എന്താ പറഞ്ഞ? എന്താണ് ഞാൻ ഉദ്ദേശിച്ചത്? ശാരീരിക ബലഹീനത. എന്താണ് നമ്മൾ ശാരീരിക ബലഹീനത? നമ്മൾ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് നമുക്കില്ലാത്തത്. അതിനോടാണ് താല്പര്യം തോന്നുന്നത്. അതാണല്ലോ ഈ പ്രണയ ബന്ധങ്ങൾ എന്ന് പറയുന്നത്. നമ്മൾ പുതിയത് ഉണ്ടാക്കുന്നത്. അല്ലെങ്കിൽ നമ്മുടെ അച്ഛനമ്മയെ സ്നേഹിച്ചാൽ മതിയില്ലേ? സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, പിന്നെ അതിന് വേറെ സ്നേഹം തേടി പോകണം ആണോ? ആക്ച്വലി സ്നേഹമല്ലല്ലോ അത്. എന്താണ് പ്രണയം എന്ന് പറയുന്ന? ഇൻഫാക്ച്വേഷൻ അല്ലേ? സ്നേഹവും പ്രണയം വേറെ വേറെ അല്ലേ?
പിന്നെ നിന്റെ 2 വീട്. പക്ഷെ ഞാൻ ഡിഫറെന്റ് തിങ്സ് അല്ലേ? ചേട്ടനാണെന്ന് പറഞ്ഞാൽ ആണെന്ന് അല്ല ഞാൻ ചോദിക്കാം. ഡിഫറെന്റ് ആണ് അല്ലേ? ഗോഡ് ഈസ് ലവ്, ഗോഡ് ഈസ് നോട്ട് റൊമാൻസ്. ശരിയാണ്. എന്ത് ശരിയാണ്? ശരിയാണ്. നമ്മളെ സ്കൂളിൽ കൊണ്ട് എപ്പോഴും ബോർഡ് വരുന്നതാണ്. അതല്ല, എന്നിട്ട് പോലും മനസ്സിലായില്ല. ഓക്കെ, ഈ താനാര മൂവി എന്ന് പറയുമ്പോൾ ഒരു കോമഡിയാണ് കംപ്ലീറ്റ്ലി എന്ന് പറയുന്നു. അപ്പൊ ഈ നമ്മൾ ഈ പണ്ടത്തെ മൂവീസ് ഒക്കെ എടുക്കുമ്പോൾ കോമഡി ഭയങ്കരമായിട്ട് ആൾക്കാര് വർക്ക്ഔട്ട് ഭയങ്കരമായിട്ട് ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു ഇതായിരുന്നു. പഴയ കാലത്ത് കണ്ടില്ല ഏറ്റവും കോമഡി പടം? കുറെ പടങ്ങളില്ലേ, പഞ്ചാബി ഹൗസ്, തെങ്കാശി പടം, അത് കോമഡി പടം ഇവര് ആ കാലത്ത് 90s അല്ലേ? 90s കിട്ടല്ലേ? അല്ല, അല്ലേ 80s. ഓക്കെ ഓക്കെ. അപ്പൊ ഷൈൻചാറിന്റെ പണ്ടത്തെ കോമഡി പടം എന്ന് പറഞ്ഞാൽ നമ്മുടെ കുറച്ചും കൂടി കഴിയും. ചിത്രം, അത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ ചോദിക്കുന്നത് ലൈക്ക് ഭയങ്കര അക്സെപ്റ്റ് ചെയ്യും. പക്ഷെ ഈ ഇടയിട്ട് ചില കോമഡി പടങ്ങൾ വരുമ്പം ഒരുപാട് ആൾക്കാർ അത് കോമഡി അല്ല ചളിയാണ്. പക്ഷെ ഇപ്പൊ ഈ ഇടയിട്ട് ഭയങ്കര പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഒക്കെ നോക്കുന്ന ഒരു അതുണ്ട്. ഇല്ലേ? ബാക്കിയുള്ളവർക്കില്ലാത്ത കാരണം അവര് ബാക്കിയുള്ളവരിലേക്ക് നോക്കില്ലേ? അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ലൈക്ക് ഈ പടം അഭിനയിക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് വർക്ക്ഔട്ട് ആണോ, അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ടെൻഷൻ എന്തെങ്കിലും ഉണ്ടായിരുന്നു? അതൊക്കെ ഉണ്ടാവും. അത് ഈ പടമെന്നല്ല, എല്ലാ പടവും ചെയ്യുമ്പോഴും നമുക്ക് ചെയ്തെടുക്കാനുള്ള പ്രോസസ്സിലുള്ളതാണ്. അതിന്റെ ഇറ്റ്സ് എ പാർട്ട് ഓഫ് ദ ഗെയിം. ആ ടെൻഷനുകൾ നമുക്ക് ഉണ്ടാവും. ഇത് ശരിയാവോ ഇല്ല എന്നുള്ള ചർച്ചകൾ ഉണ്ടാവും. അത് ചെയ്തു വരുമ്പോ നന്നായി വരാൻ വേണ്ടി എല്ലാരും ശ്രമിക്കും. എല്ലാവരും പടം വർക്ക്ഔട്ട് ആവാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്, ഹിറ്റ് ആവാൻ അല്ലേ? അല്ലെങ്കിൽ എന്റെ പടം വർക്ക്ഔട്ട് ആവാണ്ടാവും വിചാരിച്ച് ചെയ്യോ? ഇല്ല. പിന്നെ അത് ചില സാഹചര്യങ്ങളും കാലങ്ങളും സമയങ്ങളൊക്കെ അനുസരിച്ചാണ് അത് വർക്ക്ഔട്ട് ആവുന്നത്. അല്ലാതെ നമ്മൾ ദേവതവും തെളിയിച്ചില്ലേ? ഇപ്പൊ ഭയങ്കര ഹിറ്റ്. ഈ പടം തന്നെയല്ലേ അന്ന് വർക്ക് ചെയ്ത്. അതങ്ങനെ ചില സമയങ്ങളിൽ സംഭവിക്കുന്നതാണ്. അത് ചിലപ്പോ അതേപോലത്തെ ഒരു സെയിം പടം അതിന് മുന്നേ വന്ന് ഹിറ്റായി പോയിട്ടുണ്ടാവും. നരസിംഹം അതിന് മുമ്പ് ഇറങ്ങിയ ലാലന്റെ പടം. അപ്പൊ ആ സമയത്ത് ചിലപ്പോ അങ്ങനത്തെ പടങ്ങൾ വർക്ക് ആവില്ല. ചേച്ചി ആദ്യമായിട്ടാണ് ഒരു കോമഡി സംഭവം അഭിനയിക്കണേന്ന് ഞാൻ കേട്ടു. അപ്പം എവിടുന്ന കേട്ട്? ബയോയിൽ നോക്കിയിട്ടുണ്ടാവും. അത് പക്ഷെ അത് ചെയ്തിട്ടില്ല കേട്ടാ. അല്ലല്ല, സത്യമല്ല, ബയോയിൽ ചെയ്തിട്ടില്ല. ചേച്ചി പറഞ്ഞു ചേച്ചി. പക്ഷെ ജീവിതത്തിൽ കോമഡി ചെയ്തിട്ടില്ലേ? ഫുൾ കോമഡിയാ. ഞാനല്ല എടുത്തിരിക്കുന്നത്, ഞങ്ങളല്ലേ. ഈ കുറച്ചു കാലമായിട്ടാ ബോംബെയിലൊക്കെ ഭയങ്കര സീരിയസ് ആണ്. ട്രാജഡി ആയി, ഇറിറ്റേറ്റഡ് ആയി. പക്ഷെ ഭയങ്കര ക്ഷമയുള്ള കാരണം മാത്രം കൺട്രോൾഡ് ആയി. എന്നെ ക്ഷമ പഠിപ്പിച്ചത് ഷൈൻ ചേട്ടൻ. തനിക്ക് പഠിക്കണോ? ക്ഷമ കുട്ടിയെ പറ്റി പഠിപ്പിച്ചത്. എന്നും 2 മണിക്കൂർ വെച്ച് നമുക്ക് ക്ലാസ് എടുക്കും. ഷൂട്ട് കഴിഞ്ഞപ്പോ 7 നെല്ലിപ്പലകയാണ്. നെല്ലിപ്പലക അത് അവരെടുത്ത് മുക്കാലിട്ട് ചോറുണ്ട്. മുക്കാലിക്ക് വരും നെല്ലിപ്പല ഇട്ടിട്ട് ചോറ് കഴിയും. ഇല്ല, അതുകൊണ്ടാണല്ലോ ഇവരെ ഇങ്ങനെ ഇട്ടേ. പുള്ളിയടുത്തേക്ക് ചോദ്യം എത്താനുള്ള ക്ഷമ പോലും ഇല്ല. ഇവിടെ ചോദിക്കുമ്പോ തന്നെ അല്ല, എങ്ങനെയായിരുന്നില്ല, ഇതിലും മോശമായിരുന്നു. അല്ല, എന്തിന് ഇങ്ങനെയായിരുന്നു തെറ്റില്ലെന്ന് ചോദിച്ചാൽ മതിയില്ലേ? ഇനി എന്താ കൂടുതൽ ചോദിക്കാന്ന് ചോദിച്ചാൽ ഇടയിൽ എവിടെ കയറി കഴിഞ്ഞിട്ടല്ലേ ഞാൻ പറഞ്ഞു. ഇനി പറഞ്ഞു കഴിഞ്ഞില്ലേ? ഞാൻ അടുത്ത ചോദ്യം ചോദിക്കാം. അടുത്ത ചോദ്യം എന്താ നോക്കി നുണക്കുഴി വിരിഞ്ഞു പറഞ്ഞ. ഓക്കെ, ഞാൻ അന്ന് ആക്ച്വലി വന്നിട്ട് സംസാരിച്ചില്ലേ പാക്കപ്പിന്റെ അന്ന് ചിന്നി ചേച്ചി പറഞ്ഞായിരുന്നു ഷൈൻ ചേട്ടൻ പെട്ടെന്ന് സീനിൽ വന്ന് അഭിനയിക്കുമ്പോ കുറെ ഇംപ്രവൈസേഷൻ കൊണ്ടുവരാറുണ്ട് എന്നുള്ളത്. ഷൈൻ ചേട്ടൻ വന്ന് നമ്മള് ഡയലോഗൊക്കെ കഷ്ടപ്പെട്ട് പഠിച്ചിട്ടൊക്കെ ആയിരിക്കും നിൽക്കുന്നത്. കാരണം കോമഡി ആദ്യമായിട്ട് ചെയ്യുന്നതൊക്കെ. ഷൈൻ ചേട്ടൻ വന്ന് കഴിഞ്ഞാൽ സ്ക്രിപ്റ്റിലുള്ളതൊന്നുമല്ല. നിൽക്കേണ്ട ഷൈൻ ചേട്ടനൊക്കെ പറന്നൊക്കെ അഭിനയിക്കും. താങ്ക് യു പറഞ്ഞായിരുന്നു. നല്ല പോസിറ്റീവായിട്ട് ഞാനത് നല്ല രീതിയിലാണ് പറഞ്ഞത്. എന്നെ മോശമായിട്ടാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്, നന്നായിട്ടാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. അത് വ്യക്തമാക്കി കൊടുത്തില്ലെങ്കിൽ കുട്ടി വളരെ തെറ്റിദ്ധാരണയുള്ള കുട്ടിയാണ്, മനസ്സിലായ? സോറി, എന്റെ ടോണിലെ തെറ്റാണ്. അല്ല, ഞങ്ങൾക്ക് ആരും പിടി കിട്ടി. പറഞ്ഞിട്ട് അഭിനയിക്കേണ്ടത് പറഞ്ഞ അഭിനയിക്കണ്ടേ? സൂപ്പർമാനില്ല, പിന്നെ സൂപ്പർമാൻ പറഞ്ഞ അഭിനയിക്കുന്നത്. സ്പൈഡർമാൻ പറഞ്ഞിട്ടാണ് തൂങ്ങി വലിഞ്ഞിട്ടല്ല അഭിനയിക്കുന്നത്. എന്താ പുള്ളി പറഞ്ഞ കറക്റ്റാന്ന് ഞാൻ പറഞ്ഞത്.
അപ്പൊ അങ്ങനെ അദ്ദേഹം ഒരുപാട് അദ്ദേഹം എല്ലാരും അങ്ങനെ തന്നെ. ഷൈൻ ചേട്ടൻ പിന്നെ സ്പെഷ്യൽ ആയിട്ട് ഇവിടെ നിൽക്കുന്ന ആള് ചാടി 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 ലൈക് അപ്പൊ നമ്മളും ഇംപ്രവൈസ് ചെയ്യേണ്ട അവസ്ഥ വരും. അത് ഇടയ്ക്ക് ചില സമയത്ത് എന്താ ചെയ്യണ്ടേന്ന് അറിയാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു. ആർക്ക്? അനക്കുണ്ടായിണ്ടാവും, ഇവർക്ക് ഉണ്ടായിണ്ടാവില്ല. ഇവർക്ക് സ്ക്രിപ്റ്റ് അറിയാലോ. അവരൊന്ന് സംസാരിക്കട്ടെ കുറച്ച്. നമുക്ക് സംസാരിക്കട്ടെ, നമുക്ക് കാണാം. ഇപ്പൊ ആക്ച്വലി എനിക്ക് ഈ ഇരിക്കുന്ന കൂടുതൽ വിഷ്ണു ചേട്ടനാണ് കുറച്ചും കൂടിയും എന്താ പറയാ പ്രായമായ പോലെ തോന്നണം അല്ലേ? അതല്ല, മറ്റേ സിനിമയെ പറ്റി ഭയങ്കര അറിവ്, സിനിമ ഇവരെ എഴുത്തുകാരും ക്രൂവും ഡയറക്ടറും കൂടിയാണ്. പക്ഷെ ഞാൻ ഡയറക്ടർ അല്ല, ഞാൻ ആക്ടർ. വെറും ഒന്നും പറയാതെ എങ്ങനെയാ ലൈക്ക് ആ ഒരു എപ്പോഴാ ഇങ്ങനെ സിനിമ ഒരു പ്രാന്ത് പോലൊക്കെ വന്നത്? അത് 8ാം ക്ലാസ് 9ാം ക്ലാസ് ചെയ്യുന്നതിന്റെ ഇടയില് എനിക്ക് ചെറുപ്പം തുടങ്ങിയ സിനിമ തന്നെയാണ് ആഗ്രഹം. അപ്പൊ അന്ന് മിമിക്രി ചെയ്യും സ്കൂളിൽ പഠിക്കുന്ന സമയം തുടങ്ങി. അപ്പൊ തുടങ്ങിയ കൂട്ടുകാരും ഒക്കെ പറയും, ഓ നീ എന്തായാലും വലുതാവുമ്പോ സിനിമ നടനാവല്ലേ. നമ്മുടെ മനസ്സിലാവും ഞാൻ വലുതായ സിനിമ നടൻ. അതിങ്ങനെ അപ്പോഴേ ഞാൻ എന്തായാലും സിനിമ നടനാവും എന്നുള്ളൊരു വിശ്വാസം എങ്ങനെയാ ഉള്ളിൽ കയറിയിട്ട് ഞാൻ വേറെ പണിക്കൊന്നും പോയിട്ടില്ല. അതും സ്കൂളിൽ പഠിക്കുന്ന സമയത്തല്ലേ? സ്കൂൾ കഴിഞ്ഞു. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴാണ് എന്റെ വീടപ്പുണ്ടെ എന്ന് പറയുന്ന സിനിമയിൽ ആദ്യമായിട്ട് അഭിനയിക്കണം. അത് രാപ്പകല് ചേട്ടൻ വർക്ക് ചെയ്തല്ലേ, ആനയുടെ വാല് വയ്ക്കുന്ന ഒരു ചെറിയ സീനിലുണ്ട്. പക്ഷെ എനിക്ക് അന്ന് ഷൈൻ ചേട്ടൻ അറിയില്ല, പരിചയപ്പെട്ടില്ല. അതിനുശേഷം ഷൈൻ ചേട്ടൻ ഹീറോ ആയിട്ടൊക്കെ സിനിമയൊക്കെ വന്നതിന് ശേഷം ഒരു ദിവസം ഞങ്ങള് അമർക്ക് ബ്രഹ്മോണിയുടെ ഷൂട്ട് അടക്കുമ്പോ കണ്ടാന്ന് തോന്നുന്നു. ഞാൻ വൈറ്റ് ഫോർട്ടിൽ നിൽക്കുമ്പോ ഷൈൻ ചേട്ടനെ കണ്ടപ്പോ ഞാൻ ചിരിച്ചാൽ മറ്റേ ആളല്ലേ എന്നൊക്കെ ഓർത്ത് ഞാൻ ചിരിച്ചാൽ പുള്ളി ആ ഹലോ എന്നൊക്കെ പറഞ്ഞിട്ട് എന്നോട് വളരെ ഇതായിട്ട് സംസാരിക്കണം. അപ്പോഴാണ് പുള്ളി പറയണ നീ കൊണ്ട് രാപ്പകൽ അഭിനയിക്കുന്ന ഞാൻ അതിൽ അസിസ്റ്റന്റ് ഡയറക്ടറാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്നെ ചേട്ടൻ ഓർമ്മയുണ്ടോ? പിന്നെ എനിക്കതൊക്കെ ഓർമ്മയുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു, ഈ പുള്ളിയൊക്കെ നടനാണ്. എന്നിട്ട് അല്ല ഞാനപ്പോ ഒരു കുഞ്ഞു അല്ല അന്നേ പുള്ളി നോട്ട് ചെയ്തു ഈ ചെറിയ പുള്ളി അല്ല ഇത്. കാര്യം കറക്റ്റ് പറഞ്ഞു. കാരണം അത്രയും വലിയ മമ്മൂക്കാരുടെ ലൊക്കേഷനിൽ ഇവൻ നല്ല സ്പീഡിൽ നല്ല ഡയലോഗ് അടിച്ചു പോകും. ബബ്ബ പഠിക്കൊന്നുമില്ല. എല്ലാ സംഭവം ഇപ്പൊ സെലിമേട്ടനായിട്ടുള്ള സീന്, ബാക്കി വലിയ സീനിയർ ആക്ടേഴ്സ് അല്ലെങ്കിൽ നമുക്കറിയാവുന്ന ആക്ടേഴ്സ് ഒക്കെ ഇങ്ങനത്തെ കോമഡി ചെയ്യുന്ന ആക്ടേഴ്സിനായിട്ട് ചെയ്യുമ്പോൾ കുറച്ച് പതറും. കാരണം ആ ടൈമിങ്ങിൽ എത്താനേ, ആ ടൈമിങ്ങിൽ ഓപ്പോസിറ്റ് അടിക്കാൻ ഭയങ്കര പാടാ. പിന്നെ ഇവന്റെ പ്രായം വെച്ച് നോക്കുമ്പോഴാണെങ്കിലും അതിന് പകപ്പൊക്കെ ഉണ്ടാവേണ്ട സമയമാണ്. പക്ഷെ അതിന് മുന്നേ അഭിനയിച്ചിട്ടുണ്ട് എന്റെ വീടപ്പൂന്റെ. പക്ഷെ അതില് അമൃതം അതിലാരായിട്ടായിരുന്നു കോമ്പിനേഷൻ? എന്റെ വീടപ്പൂന്റെ കാളിദാസ് ഉണ്ട്, സലിമേട്ടനുണ്ട്. മമ്മൂക്കയുടെ മുമ്പിൽ ആദ്യമായിട്ടാണ് മമ്മൂക്കനെ നേരിട്ട് കാണുന്ന പോലും. അത് വേറൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. നമ്മൾ കുറെ കാലമായിട്ട് സീനിൽ കണ്ടോണ്ടിരിക്കുന്ന ഒരാളുടെ അടുത്ത് ഡയലോഗ് പറയാം. അത് മമ്മൂക്ക ഒരു ലെങ്തി ഡയലോഗും പറഞ്ഞിട്ടാ കലാമണ്ഡലം കുട്ടിക്കൃഷ്ണനും മറ്റേ ഇതൊക്കെ തമ്മിൽ എന്താ ഇവിടെ ഇടപാടെന്നൊക്കെ പറഞ്ഞ് ചോദിച്ചു വരികയാണ്. അപ്പോഴാണ് ഞാനിത് പറയുന്നത്. ഇല്ല ഭയങ്കര എങ്ങാനും തെറ്റിപ്പോയാല് അന്ന് മറ്റേ ഇതാണ് ഡിജിറ്റൽ ഫിലിമിൽ ഷൂട്ട് ചെയ്യണം, കാണാൻ പറ്റില്ല. ബാക്കില് എന്താ റിവൈൻഡ് അടിച്ചിരുന്നു. നമ്മൾ തെറ്റിപ്പോയാ അതിന്റെ പേരിൽ പിന്നെ മൺമൂറ് മമ്മൂക്ക നടന്നു തന്നെ. അല്ല നമ്മളെ തെറ്റിയില്ല. പക്ഷെ ഈ ആന അന്നേരം വാലിട്ട് ആക്കിയിട്ട് ആനയുടെ വാല് ഫ്രെയിമിൽ വന്നെന്നും പറഞ്ഞ് 1 more പോവാണ്. അപ്പൊ നമ്മൾ കറക്റ്റ് ആക്കിയുള്ള സമാധാനം ആനയുടെ വാല് വന്നെന്നും പറഞ്ഞ് 1 more. ഓക്കെ പിന്നെ അപ്പൊ ഒരു തരത്തിൽ ആനയുടെ വാലെങ്ങാനും ശരിയാവുമ്പോ ഞാൻ തെറ്റിച്ച. പക്ഷെ അത് ഭംഗിയായിട്ട് അതെ. വിഷ്ണുട്ടൻ പറയുമ്പോ ഡയറക്ട് ചെയ്യുന്നു, ലൈക് റൈറ്റ് ചെയ്യുന്നു, പ്രൊഡ്യൂസ് ചെയ്യുന്നു, അഭിനയിക്കുന്നു. അപ്പൊ ആക്ച്വലി ഈ എല്ലാ ഫീൽഡിലും ഇങ്ങനെ നിൽക്കുമ്പോൾ അഭിനയിക്കുന്ന ഒരു പടമാണ് വിചാരിക്കട്ടെ. അപ്പം ഡയറക്ടറിന്റെ അടുത്ത് എന്തെങ്കിലും സജഷൻസ് വിഷ്ണു ചേട്ടനായിട്ട് കൊടുക്കാറുണ്ടോ? അല്ലെങ്കിൽ അവരുടെ അടുത്ത് വിഷ്ണു ചേട്ടൻ ഡയറക്ഷന്റെ എന്തെങ്കിലും സജഷൻസ് ഇങ്ങോട്ട് എടുക്കാറുണ്ടോ? പിന്നെ അത് റൈറ്റർ ഡയറക്ടർ അവരെന്താണോ കൺസീവ് ചെയ്തേക്കുന്നത് അതാണ് ഫസ്റ്റ് അതാണല്ലോ ഇതിന്റെ തുടക്കം. അതിൽ നിന്നാണല്ലോ തുടങ്ങുന്നത്. അതാണോ ഓബ്വിയസ്ലി ഫസ്റ്റ് പ്രയോറിറ്റി. അതിനുശേഷം നമുക്ക് എന്തെങ്കിലും നല്ല സജഷൻസ് തോന്നുവാണെങ്കിൽ നമ്മൾ പറയും. ആ പറയാൻ കംഫർട്ടുള്ള ഡയറക്ടേഴ്സും റൈറ്റേഴ്സും ഒക്കെ ആയിട്ടാണ് ഇതുവരെ വർക്ക് ചെയ്തിട്ടുള്ളത്. ഉണ്ടെങ്കിൽ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതെ.
അത് നമ്മൾ പറയും. അപ്പൊ അത് വേണ്ടാന്നുണ്ടെങ്കിൽ അവർ പറയും, അല്ലെങ്കിൽ അതിന്റെ എന്താണ് പ്ലസ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ സംസാരിച്ച് വേണ്ട രീതിയിൽ വർക്ക് ചെയ്യും. അപ്പം എന്തായാലും നമ്മള് താനാരയുടെ പ്രൊമോഷന് വേണ്ടിയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. ആയിരുന്നല്ലേ? ഓക്കെ. അപ്പൊ താനാര മൂവിയുടെ ഒരു ടൈറ്റിൽ വെച്ചിട്ട് ഞാനൊരു കുറച്ച് ചോദ്യങ്ങൾ നിങ്ങളടുത്ത് ചോദിക്കാം. കൃത്യമായ ഉത്തരങ്ങൾ ഇപ്പൊ കിട്ടും. നിങ്ങളും പറഞ്ഞോ, എല്ലാവരും കൂടി പറയണേ. എല്ലാരും കൂടി ഒരുമിച്ച് പറയണം. കോറസായിട്ടോ? ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. താൻ ആരാ എന്നത് രണ്ടോ മൂന്നോ ഇമോജിയില് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഏത് ഇമോജി ആയിരിക്കും നിങ്ങൾ യൂസ് ചെയ്യുന്നത്? ഒന്നും മനസ്സിലായില്ല. ലൈക് നിങ്ങൾ സ്വയം ഒരു ഇമോജിയിൽ നിങ്ങൾ എക്സ്പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ഏതായിരിക്കും ഇമോജി? റോളിംഗ് ഐസ്. റോളിംഗ് ഐസ്. താനാരാ? ചേട്ടന്റെ ക്യാരക്ടറിനെ പറ്റിട്ടാട്ടോ ചോദിച്ചത്. അതാണ് താൻ ആരാ. ഈ എന്നുള്ളത് ഒരു ഇമോജിയിൽ എക്സ്പ്രസ് ചെയ്യാണെന്നുണ്ടെങ്കിൽ ഓ ഞാൻ ആരാന്നുള്ളത്. അപ്പോഴും അത് തന്നെ. ഈ ഞാൻ ആരാന്നുള്ളത് തന്നെയാണല്ലോ മറ്റേ ആദിശങ്കരനും ആരാ കുട്ടിശങ്കരനും. കുട്ടിശങ്കരൻ മനസ്സിലായില്ലേ? ആരോഗ്യരാമനിലെ നമുക്കടെ ചോദിച്ചത്. അപ്പൊ ഇല്ലത്തിലെ വേലയ്ക്ക് മൈനായിരുന്നു കുട്ടിശങ്കരൻ അല്ലേ? അത് തന്നെ. ആദിശങ്കരൻ ആരായിരുന്നു? അധ്യാപകനായിരുന്നു അല്ലേ? പാലടിയിലുള്ള. അറിയോ ഇതൊക്കെ? ഒന്നും അറിയില്ലല്ലേ? എന്നിട്ട് ചോദിക്കാൻ വന്നിരിക്കാ. ഞാനൊരു ഇമോജിയെ ചോദിച്ചത്. ചോദിച്ചു ഒരു പൂക്കാലൊക്കെ ഇട്ട. ചിന്നു ഏത് ഇമോജിയാന്ന് പറഞ്ഞു? എന്റേത് മറ്റേ കൺഫ്യൂസ്ഡ് ഇമോജി. എല്ലാവരും കൺഫ്യൂസ്ഡ് ആണ്. എന്റെ കൺഫ്യൂസ്ഡ് അല്ല. ഇത് നമുക്ക് ഇമോജി ഇറക്കാം. അത് പറഞ്ഞ കറക്റ്റ് ആയിട്ടോ. ചോദിക്കാട്ടോ. നിങ്ങൾ ശരിക്കും ആരാന്ന് മനസ്സിലാവാതെ വേറെ ഏതെങ്കിലും ഒരു സെലിബ്രിറ്റിയുടെ പേരില് ആരെങ്കിലും വന്ന് പറഞ്ഞോ ഇന്ന ആളല്ലേ എന്നൊക്കെ? സ്വാഗതമായിട്ടും ആവേശത്തിൽ അഭിനയിച്ച മൊത്തം പറയണോ എയർപോർട്ടിലൊക്കെ ചെന്നിറക്കുമ്പോ ഹൈദരാബാദ് തമിഴ്നാട്ടിലൊക്കെ. പിന്നല്ല ഇപ്പൊ ആർക്കും ഒരു കോപ്പ് അറിയില്ല. അത് ഫാസിലായിട്ടല്ല, അത് ഫാസിലിന്റെ കട്ടുന്നുണ്ട്. അതൊക്കെ മനസ്സിലായി. പിന്നെന്താ പിന്നെ മനസ്സിലായി പറഞ്ഞ എനിക്ക്. അത് ഷൈൻ ചേട്ടനെയും ഫഹദ് ഫാസിൽ രണ്ടുപേരെയും എനിക്ക് എത്ര അടുത്തറിയണോണ്ടാ. അടുത്തറിയോ? തെലുങ്കന്മാരെ സംബന്ധിച്ചിടത്തോളം ഈ പുള്ളി തന്നെയല്ലേ മറ്റേ പടത്തിൽ നിന്ന് തോന്നും പെട്ടെന്ന്. എനിക്ക് അങ്ങനത്തെ എക്സ്പീരിയൻസ് ഉണ്ടായില്ല. എനിക്ക് അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് പറയോ എന്റെ അടുത്ത് ഒന്നും മനസ്സിലാവുന്നില്ല. എനിക്ക് അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. അതായത് ഒന്നല്ല 2-3 എക്സ്പീരിയൻസ് ഉണ്ട്. ഒരെണ്ണം ഞാൻ പറയാം. ഒരെണ്ണം പറയുള്ളൂ. തമിഴ്നാട്ടിലൊരു സീരിയൽ ആക്ടർ ഉണ്ട്. പുള്ളിയുടെ പേര് വിഷ്ണു ഉണ്ണികൃഷ്ണൻ എന്നാണ്. അപ്പൊ ഞാൻ എന്തോ ഒരു പ്രോഗ്രാമിന് ചെല്ലുമ്പോ ദോഹയല്ല ദുബായിലാന്ന് ചെല്ലുമ്പോ നമുക്ക് പറഞ്ഞിരിക്കുന്ന ഹോട്ടൽ റൂമില് അപ്പൊ അവര് ഒരു കേക്കൊക്കെ റെഡിയാക്കി വെച്ചേക്കാം. എല്ലാവരുടെയും റൂമില് അവരുടെ ഫേസ് പ്രിന്റ് ചെയ്ത് വെച്ചേക്കുന്ന ഒരു കേക്കൊക്കെ. ഈ അവിടത്തെ ഏതോ പാകിസ്ഥാനികളൊക്കെ ആയിരിക്കുമല്ലോ ജോലിക്കും. ഇവന്മാരെ ഗൂഗിളിൽ നിന്ന് ഒരു വിഷ്വൽ ഞാൻ നോക്കി മറ്റേ സീരിയലുകളുടെ ഫേസുള്ള കേക്ക് മുറിക്കാനും പറ്റില്ല. ഇത് ഞാനല്ല. അതാണ് ഗുഡ് ലിസണർ. ഞാൻ നല്ല ക്ഷമയുണ്ടെന്ന് പറഞ്ഞില്ല എന്റെ അടുത്ത്. എനിക്കിപ്പോഴല്ല, പക്ഷെ കുറച്ചു നാൾക്ക് മുമ്പൊക്കെ ഇടയ്ക്കിടയ്ക്ക് വികൃതിയിൽ അഭിനയിച്ചില്ലേ എന്നൊക്കെ ചോദിക്കും. അല്ലെങ്കിൽ കക്ഷിയമ്മണി പിള്ളയൊക്കെ തുടക്കത്തില്. ഇപ്പൊ അങ്ങനെ അധികം ഇല്ല. മറ്റേ പുള്ളിക്കാരി ഫറയും വിൻസിയൊക്കെ ഈ 2 മൂവി വികൃതിയും കക്ഷിയമ്മണി പിള്ള ഇടയ്ക്കിടയ്ക്ക് എന്റെ ചോദിക്കും. എത്ര പാടുപെട്ട ഇങ്ങനെ ആക്കണേന്ന് അറിയോ? ആ രഹസ്യം എന്നോട് ഇപ്പൊ നേരത്തെ പറഞ്ഞോളൂ. കുളിച്ചു കഴിഞ്ഞാൽ മുടി ഇങ്ങനെ ആക്കും. അപ്പൊ അങ്ങനെ നിൽക്കില്ലേ? അതാണ് അത് ചുറ്റിയതാണ്. അടുത്ത ചോദ്യം. പരസ്പരം പരിചയപ്പെടുന്നതിന് മുന്നേ വിചാരിച്ച ഒരു ക്യാരക്ടർ തന്നെയാണോ? അല്ല. അല്ല, എന്റെ കാര്യത്തിലല്ലോ. ഒരിക്കലും ഞാൻ പക്ഷെ ചിന്നുമായിട്ട് വിചാരിച്ച പോലെ തന്നെ നല്ല കുട്ടി. ചിന്നു അതേപോലെ തന്നെ എന്താ വിചാരിച്ചേ? നല്ലൊരു പാമ്പയ്യാൻ. ആക്ച്വലി വിഷ്ണുചേട്ടന്റെ പൊക്കളൊന്ന് വിഷ്ണുചേട്ടൻ നേരം
നിങ്ങൾ പറ. ഞാൻ വിചാരിച്ച പോലെ തന്നെ. ഞാൻ ഈ കൊച്ചു പക്ഷെ നമ്മൾ വിചാരിച്ച പോലെ ഒന്നും അല്ലായിരുന്നു അവിടെ ഇരിക്കണോ. അത് ആകെ അടപടല ഞങ്ങളെ ഞെട്ടിച്ചു കളഞ്ഞു. അവിടെ വളരെ ഞങ്ങളെ ഞെട്ടിച്ചു കളഞ്ഞു. നേരത്തെ അവിടെ ഇങ്ങനെ ഉണ്ടായിരുന്നപ്പോ നമ്മൾ വിചാരിച്ചു നല്ല കുട്ടിയാണെന്ന്. അല്ല ഇപ്പോഴത്തെ വിചാരിക്കണേ. ഒന്നും അറിയില്ല. ശരി, കുഞ്ഞ് അല്ല കുട്ടികളല്ലേ, ഇവർക്കൊന്നും അറിയില്ല. ഓക്കെ. ഓക്കെ, അടുത്ത ചോദ്യം അത് ചോദിക്കട്ടെ? ചോദിക്കാം. പണ്ട് സിനിമയിൽ ഞാൻ ചോദിക്കണേ, സമയം തരുമോ? കണ്ടോ ദേഷ്യം പിടിക്കട്ടെ. ദേഷ്യം. കയ്യേക്കലം മാറിയിരിക്കാൻ നല്ലത്. പണ്ട് സിനിമയിൽ വരുന്നതിന് മുന്നേ താൻ ആരാവണമെന്നായിരുന്നു നിങ്ങളുടെ ആഗ്രഹം? സിനിമാടൻ. സിനിമ എന്നാ സിനിമ അല്ല. അപ്പൊ ഞാൻ ഈ സിനിമയിൽ വരുന്ന മുന്നേ അല്ലേ സിനിമാടൻ ആഗ്രഹിക്കുക അല്ലേ? അതല്ലേ പറഞ്ഞ ചെറുപ്പം തുടങ്ങി. ഫീൽഡിൽ നിങ്ങൾ ഇല്ലാന്ന് അയ്യോ, അതെങ്ങനെയാ? വേറെ എന്തെങ്കിലും പറയണം. എടാ ഉത്തരം എന്താ? നമ്മളെ ഉത്തരം തരാം. എന്താ ഉത്തരം പറയണ്ടേ? ഉത്തരം പറഞ്ഞാ ആ ഉത്തരം തിരിച്ചുതരാം. അല്ല, ചേച്ചിക്ക് സിനിമയിൽ വരുന്നത് തനിക്ക് ആരാവണമെന്നല്ലേ താ ചോദിച്ച ആഗ്രഹം? എന്നാ പറഞ്ഞോളൂ. സിനിമാടൻ. സിനിമ വേറെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നില്ല. ഇല്ല. ചേച്ചിക്ക് ഉണ്ടായിരുന്നു. ആ സിനിമയില് അഭിനയിക്കണം ആഗ്രഹം. ചെറുപ്പം മുതലേ നിങ്ങൾക്ക് മൂന്നുപേർക്കും അത് തന്നെയായിരുന്നോ? അല്ല, ചെറുപ്പം മുതൽ വേറെ എന്തൊക്കെയോ ആണോ ആഗ്രഹം ഉണ്ടായിരുന്നു. അതാ ചോദിച്ചത് ഞാൻ. അതൊന്നും വ്യക്തമായിരുന്നില്ല. സിനിമാടനാണെന്നുള്ളത് മാത്രം വ്യക്തമായിരുന്നു. വേറെ ചോദ്യം ചോദിക്കാം. അല്ലാതെ പിന്നെ എന്താ ചെയ്യപ്പെടില്ലേ? ഓക്കെ. ഓക്കെ, അനക്ക് മാത്രം ഓക്കെ പറയാൻ പറ്റുള്ളൂ. ഇനി നിങ്ങള് സെലിബ്രിറ്റി ആവുന്നതിന് മുന്നേ സ്വന്തം ഐഡന്റിറ്റി മറച്ചു വെച്ചിട്ട് പബ്ലിക്കിൽ ഒരു ഫേക്ക് നെയിമിൽ പോയിണ്ടോ? എന്ന് വെച്ചാൽ വിളിക്കാത്ത കല്യാണത്തിനൊക്കെ പോവാന്നുള്ള പരിപാടി പോലെ. പബ്ലിക് ഇതെന്നെ ഉദ്ദേശിച്ച ഇതൊക്കെ എവിടത്തെ കണ്ടുപിടിക്കും? തന്റെ പരിപാടികളാണല്ലോ ഇതൊക്കെ. ഞാൻ പിന്നെ അതിനെ പറ്റി ആലോചിക്കാറില്ല. നമ്മള് അടുത്തുള്ള വീട്ടിലെ കല്യാണങ്ങൾക്കൊക്കെ പോകും. വിളിച്ചാലും വിളിച്ചില്ലെങ്കിൽ. അതെ, അതാണ് സ്നേഹം. മനസ്സിലായ? അവര് വിളിക്കാൻ ചെല്ലുക എന്നുള്ളതാണ്. വിളിക്കാൻ മറന്നു പോയിട്ടുണ്ടെങ്കിലോ? വിളിക്കാത്താണെങ്കിലോ? അത് നമുക്കറിയില്ലല്ലോ. അതാ വേറെ കുഴപ്പം. കളകമില്ലാത്ത ഹൃദയങ്ങളല്ലേ ഞങ്ങളുടെ. നമ്മൾ ചോദിച്ച കല്യാണത്തിന് സ്വാഗതം എന്ന് എഴുതി വെച്ചിട്ടുണ്ട് ഇല്ലേ? സ്വാഗതം എന്ന് പറഞ്ഞ എന്താ? ഇപ്പൊ എഴുതി വെക്കാറില്ല. എല്ലാം വെൽക്കം എന്നൊക്കെ എഴുതി വേണ്ട. വെൽക്കം വരൂ, എന്റെ ബന്ധുക്കൾ മാത്രം വരുമെന്ന് എഴുതി വെക്കാറുണ്ടോ? ഇല്ലല്ലോ. വിളിച്ചവർ മാത്രം വരുമെന്ന് എഴുതി വെക്കാറുണ്ടോ? നമ്മൾ കറക്റ്റ് ആണ് ചെയ്യണത് അല്ലേ? ഒരു മര്യാദയുടെ ഇതിൽ എഴുതി വെക്കാം. നമ്മളൊരു മര്യാദ പേര് ചൊല്ലുന്നു അല്ലേ? ഓക്കെ ആണോ? അല്ലല്ലേ? ശരി, ശരി. അവസാനത്തെ ചോദ്യം. അവസാനം ആയിട്ടാണ് ചെയ്യണം. ഓക്കെ ഉണ്ട് അതിന് മുന്നേ. ഓക്കെ ഉണ്ട്. ഓക്കെ, നിങ്ങൾ താൻ ആരാ എന്നുള്ളൊരു ഐഡന്റിറ്റി മറച്ചു വെച്ചിട്ട് നിങ്ങളുടെ സ്വന്തം ഒരു ഫേക്ക് റൂമർ ഇപ്പൊ ഉണ്ടാക്കണം. ഇപ്പളാ? എന്നിട്ട് റൂമറാ? ഫേക്കിന്റെ ആവശ്യമുണ്ടോ? അത് റൂമർ നിങ്ങൾ ഉണ്ടാക്കണം. ഐ ആം എ ഗുഡ് ബൈ. ഗുഡ് ബൈയോ? ഗുഡ് ബൈ, ഗുഡ് ഗായ്. അത് റൂമർ. Yeah. അങ്ങനെയൊക്കെ പറഞ്ഞ എനിക്കറിയാൻ പാടില്ല. എനിക്ക് വേണ്ടി He's a good guy. എല്ലാവർക്കും അത് സഹിച്ചിട്ടാണ് ഉണ്ടാക്കട്ടെ. അങ്ങനെ ഞാൻ എന്റെ മാത്രം കൊണ്ടുപോടാ. പറഞ്ഞോളൂ. ഈ 4-5 കമേഴ്ഷ്യൽ പടങ്ങളൊക്കെ അന്വേഷിച്ച് കണ്ടെത്തി മറ്റേ ഗംഭീര കഥാപാത്രങ്ങളൊക്കെ ആയിട്ട് വരുന്നത് അത് റൂമർ ഉണ്ടല്ലോ. സോറി, എനിക്ക് ഇത്ര വിവരമില്ല. എനിക്ക് ഇത്രയും പറ്റുള്ളൂ. അതെ, ഓക്കെ. എല്ലാ തരികട ചോദ്യങ്ങളും എന്റെ അടുത്തുണ്ടല്ലോ. തരികടയാണല്ലേ? ഗുഡ് ഗായ്. ഓക്കെ, അപ്പൊ എന്തായാലും താനാരാ എന്നാ റിലീസ് ആവാൻ പോണേ? ഓഗസ്റ്റ് 23rd. ഇത് ചേഞ്ച് 9-ാം തീയതി ഞാൻ പറഞ്ഞിരുന്നത്. ഇപ്പൊ സാഹചര്യം അത് പുറത്ത് വിട്ടോ ഡേറ്റ്? ഇന്നത് പോസ്റ്റർ വന്നിട്ടുണ്ട്. ഓക്കെ, കണ്ടിരുന്നോ? ഓഗസ്റ്റ് 23 ആണ് റിലീസ് ചെയ്യുക വേൾഡ് വൈഡ്. ഓഗസ്റ്റ് 23. അപ്പൊ എന്തായാലും അടിപൊളി ആവട്ടെ പടം. റിലീസ് പടങ്ങൾ കാണാറുണ്ടോ? ഇല്ല. ഇത് കാണാല്ലേ? ഞാൻ കാണും. തിയേറ്ററിൽ പോയി പടം കാണാറുണ്ടോ? ലാസ്റ്റ് കണ്ട പടം ലാസ്റ്റ് കണ്ട പടം കുറെ പടങ്ങൾ കാരണം ഏതാ പടം പെട്ടെന്ന് ഓർമ്മ. അപ്പൊ കണ്ടിട്ടില്ല കേട്ടോ. തിയേറ്ററിൽ പോയില്ല ആള്. തിയേറ്ററിൽ പോയി പടം കാണാറുണ്ട്. ഇതെന്തായാലും റിലീസിന്റെ അന്ന് തന്നെ കാണും. കാണാല്ലേ? പിന്നെ ഇത്ര കാര്യങ്ങൾ സംസാരിച്ചല്ലേ. ബയോ ഒക്കെ ചെക്ക് ചെയ്തിട്ട് പിന്നെ പടം കാണാൻ പറ്റില്ല. എന്തായാലും നമ്മുടെ റാഫി സാറിന്റെ സ്ക്രിപ്റ്റിൽ വരുന്ന ഒരു പടത്തിന്റെ ഭയങ്കര എക്സൈറ്റ്മെന്റിലാണ് ഞാനും ഇരിക്കുന്നത്. ലൈക്ക് ഭയങ്കര കോമഡി ഉണ്ടാവും. നമ്മുടെ ഒരു പണ്ടത്തെ പടങ്ങളിലൊക്കെ ഒരു സാധനം ഇവിടെ വർക്ക്ഔട്ട് ആവും. ഞാൻ ഇതൊന്ന് പറഞ്ഞു തീർക്കട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് സംസാരിക്കാം. ഓക്കെ, അപ്പൊ
ഒന്നുമില്ല. താനാര മൂവി എല്ലാവരും തിയേറ്ററിൽ പോയി കാണണം ഓഗസ്റ്റ് 23 3 പോയി കാണാം. ആൻഡ് താങ്ക് യു so much very much. താങ്ക് യു. താങ്ക് യു. My photo? Yeah, man.